ജീവിതത്തിൽ നമുക്ക് ആരെ വേണേലും അധിക്ഷേപിക്കാം, ആക്ഷേപിക്കാം, ചീത്ത പറയാം, കളിയാക്കാം, നിരുത്സാഹപ്പെടുത്താം, മറ്റുള്ളവർക്കിടയിൽ നമുക്ക് അവഹേളിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കൊരല്പം ശാന്തമാകാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നും തിരിച്ച് നാട്ടിലേക്കുള്ള ബസ് യാത്രക്കിടയിൽ ഒരു അച്ഛനും അമ്മയും ഒരു മകനെയും പിടിച്ചിങ്ങനെ ബസ്സിലേക്ക് കയറുന്നുണ്ട്. കയറുമ്പോൾ തന്നെ വല്ലാതെ കുസൃതികളൊക്കെ കാണിച്ചിട്ടാണ് കയറുന്നത് തന്നെ. പിന്നീട് ബസ്സിലുള്ള യാത്രക്കാരെയൊക്കെ പ്രയാസപ്പെടുത്തുന്നു, അവരെ ചെവിയിൽ പിടിക്കുന്നു, വസ്ത്രങ്ങൾ വലിക്കുന്നു, പലരെയും പല രീതിയിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തുകയാണ്. യാത്രാമധ്യേ മഴ പെയ്യുന്നുണ്ട്. അതിനിടയിൽ ബസ്സിന്റെ വിൻഡോയിലൂടെ കൈയിട്ടിട്ട് വെള്ളം അകത്തേക്ക് തെറിപ്പിക്കുന്നു. ആളുകളൊക്കെ ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാണ്. അവർക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ പലരും മിണ്ടാതിരിക്കുന്നു. അതിനിടയിൽ ആരൊക്കെയോ കുട്ടിയെ ചീത്ത പറയാൻ തുടങ്ങി. ചിലരൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ ഉണ്ടാക്കിയവരെ പറയണം, എന്തൊരു ജന്മമാണ്, എങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നത്, അങ്ങനെയുള്ള പല ശകാരങ്ങളും വരുന്നുണ്ട്. ഒരു അച്ഛനമ്മമാര് വല്ലാത്തൊരവസ്ഥയിൽ കണ്ണിൽ നിന്നായിട്ട് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പതുങ്ങിയ സ്വരത്തിൽ കണ്ണുകളൊക്കെ തുടച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ട്, ഇന്നലെ വരെ ഈ കുട്ടി ലോകം കണ്ടിട്ടില്ല, ബസ് കണ്ടിട്ടില്ല, ബസ്സിലെ യാത്രക്കാരെ കണ്ടിട്ടില്ല, കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന യാത്രയിലാണ്. ഈ കുട്ടിയുടെ സന്തോഷം കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ധരിച്ചു പോയതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രയാസം. അവിടെ മൗനം പാലിച്ചവർക്കുണ്ടായിട്ടുള്ള ഒരു സന്തോഷവും. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം.